ഓസ്കർ അവാർഡ്സിൽ പോലും ഇല്ലാത്തൊരു പെർഫോമൻസ് ആണ് ഇനി കാണാൻ പോകുന്നത്. നോ വേ, അതൊക്കെ സാധ്യമാണോ ഇവിടെ? കാര്യമല്ല, ബോളിവുഡിലാണെങ്കിൽ ഹോളിവുഡ്, കോളിവുഡ്, എവിടെയാണെങ്കിലും ഈ ഒരു സംസ്കാരം നമുക്ക് കാണാൻ സാധിക്കും. എന്ത് സംസ്കാരം അത്? കോമഡി സ്കിറ്റ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ് നമ്മുടെ കോമഡിയൻസ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. ഐ ഹാവ് ടു സേ മലയാളി ഷോസ് വേൾഡ് ഓവർ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്കിറ്റ് ഇല്ലെങ്കിൽ. അതെ, അവിടെയൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയും, ഒരാൾ നിന്നിട്ട് ചെയ്യുന്ന പെർഫോമൻസ്. ഇതങ്ങനെയല്ല, ഒരു ഗ്രൂപ്പ് നിന്നിട്ട് തകർക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്യഭാഷ സംസ്കാരമുള്ളവരെയും ഈ സംഭവം കാണിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കണം. അതിനെത്തേണ്ട ഒരാൾ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഐ തിങ്ക് സോ. നമ്മളുടെ കയ്യിൽ ഒറ്റമൂലിയ എന്തരെ ചോദിക്കുന്നത്? സുരാജ് വെഞ്ഞാറമൂട്. Yes, ladies and gentlemen, let's welcome the fantastic actor Suraj Veñaramud and his team members on stage. നിങ്ങളെ ചിരിപ്പിക്കാനായി, കൈയടിപ്പിക്കാനായി. പണമില്ലാത്തവൻ പിണം, പണമുള്ളവൻ പണക്കാരൻ. അത് ലക്ഷമാണെങ്കിൽ പ്രഭു, ലക്ഷപ്രഭു. കയ്യിലുള്ളത് കോടികളാണെങ്കിൽ അവൻ ഈശ്വരൻ, കോടീശ്വരൻ. ഇന്ന് എന്നോട് മത്സരിക്കാനുള്ള ആളെ കണ്ടെത്തുവാനുള്ള എന്റെ വേഗവിരൽ ചോദ്യം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ദ ചോദ്യം ഈസ്, ഞാൻ പറയുന്ന വാക്കുകളെ ക്രമത്തിലടുക്കി അർത്ഥമുള്ള ഒരു മലയാള പഴഞ്ചൊല്ലാക്കി മാറ്റുക. എ അച്ചി, ബി കൊച്ചി, സി കണ്ടവന്, ഡി വേണ്ട. And the right answer is കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. മത്സരാർത്ഥികളിൽ ഏറ്റവും വേഗത്തിൽ ഉത്തരം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അച്ചു അങ്കിളാണ്. വെൽക്കം അച്ചു അങ്കിൾ. നിയമങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? ഞാൻ വക്കീലല്ല. ഞാൻ സാറിനോട് 15 ചോദ്യങ്ങൾ ചോദിക്കും. ജനങ്ങളുടെയും പത്രക്കാരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് പോലെ നുണ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്നാൽ കുഴപ്പമാകും. യെസ്, ഒരൊറ്റ ചോദ്യം മതി ജീവിതം വഴിമുട്ടാൻ. ആവേശം കൊള്ളാം. താങ്ക് യു. പക്ഷേ തുപ്പല് തെറിക്കുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം, ഗുരുജി കൊടുക്ക. കുരുതി കൊടുക്കാൻ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? How many letters of the അക്ഷരമാല is the English essay? A 26. ഏതെന്റെ 26 അതല്ല. The options are A 26, B 100 ചില്ലുവാനം, C 57, D ഒരു ചാക്ക്. 100 ചില്ലാനം അല്ല, ചാക്ക്. 26. ഭൂമി കറങ്ങുന്നത് അച്ചുതണ്ടിലാണെങ്കിൽ കേരളം കറങ്ങുന്നത് അച്ചുമാമന്റെ ഒറ്റ തണ്ടിലാണ്. ആലോചിച്ച് ഉത്തരം പറയുക. ആലോചിക്കാനൊന്നുമില്ല. A 26. A 26. അതെ. ഉറപ്പിക്കട്ടെ? കോൺക്രീറ്റ് കൊണ്ട് ഉറപ്പിച്ചു. സംശയമില്ല? ഇല്ല. ഒട്ടും സംശയമില്ല? ഇല്ലെന്നേ. ഇനി മാറ്റി പറയരുത്. ഓ, പറയില്ല. കാല് മാറില്ലല്ലോ? കാലു മാറാൻ ഞാൻ സെൽവരാജല്ല. ഇപ്പോൾ മനസ്സിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് ഒരു ചാഞ്ചാട്ടം തോന്നുന്നുണ്ടോ? തന്നോട് ഞാനൊരു 150 പ്രാവശ്യം പറഞ്ഞില്ലേ A 26 ഉറപ്പിക്കാൻ. പിന്നെ താൻ എന്നെ കൂടി തെറ്റിക്കാനാണോ ഈ ചാഞ്ചാട്ടവും കൂഞ്ചാട്ടവും ആയിട്ടിരിക്കുന്നത്? A 26 3 തരം ഉറപ്പ്. യെസ്, ഇത്ര തറപ്പിച്ച് പറയാൻ സാറിന് എങ്ങനെ കഴിയുന്നു? എന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ എന്നെ പഠിപ്പിച്ചതാണ്. ആരാണ് സാറിന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ? സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരേ ഒരാൾ, സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ്. A 26. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്കൾക്ക് 1.50, അതായത് ₹1.50 സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഈ ₹1.50 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? 1.5 ഉലുവ, അര പാക്കറ്റ് ദിനേശ് ബീഡി മേടിച്ച് വലിക്കും. 1.5 രൂപ എങ്ങനെ പുച്ഛിക്കരുത്? ഇപ്പോഴത്തെ ഗവൺമെന്റ് ₹1 അരി കൊടുക്കുന്നില്ലേ? അത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 32 രൂപയിൽ കിടന്ന അരിക്ക് 30 രൂപ കുറച്ച് 2 രൂപയാക്കി. ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിൽ നിന്നും വെറും 1 രൂപ കുറച്ച് 1 രൂപയാക്കി. 30 രൂപ കുറച്ച ഞങ്ങളാണോ 1 രൂപ കുറച്ച ഇവരാണോ? കേമന്മാർ.